റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ വമ്പനൊരു അട്ടിമറി പ്രവചിച്ചിരിക്കുകയാണ് ദുർമന്ത്രവാദി നാനാ കാക്കു. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ നോക്കൌട്ടിൽ കേപ്പ് വെർദെ തോൽപ്പിക്കുമെന്നാണ് നാനാ കാക്കുവിന്റെ പ്രവചനം. മാത്രമല്ല ഈ ലോകകപ്പ് പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നേടുമെന്നുകൂടി നാനാ കാക്കു പറഞ്ഞു വെച്ചതോടെ സമൂഹ മാധ്യമങ്ങളിലാകെ കൊണ്ടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത്. നേരത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾക്കിടെ ഇംഗ്ലണ്ട് ഘാനയുമായി ഏറ്റുമുട്ടിയപ്പോൾ ഹാരി കെയ്ൻ ആയിരുന്നു നാനാ കാക്കുവിന്റെ ഇര. അന്നത്തെ ശാപം ഫലിച്ചതോ എന്തോ ഘാനയോട് സമനില വഴങ്ങാനായിരുന്നു ഇംഗ്ലണ്ടിന്റെ വിധി. ഹാരി കെയ്നെ ശപിച്ചിട്ടുണ്ടെന്നും അതിന്റെ ശക്തിയാൽ ഇംഗ്ലണ്ട് താരത്തിന് ഗോളടിക്കാൻ സാധിക്കില്ല എന്നുമായിരുന്നു ദുർമന്ത്രവാദിയായി സ്വയം അവകാശപ്പെടുന്ന നാനാ കാക്കു പറഞ്ഞിരുന്നത്. ആ കളിയിൽ 19 ഷോട്ടുകളായിരുന്നു ഘാനയുടെ ഗോൾമുഖത്തേക്ക് ഇംഗ്ലണ്ട് തൊടുത്തത്. പക്ഷേ ഒന്നുപോലും വലയിലെത്തിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ആകെ 3 എണ്ണം മാത്രമാണ് ഷോട്ട് ഓൺ ടാർഗറ്റ് ആക്കാനുമായത്. ക്രൊയേഷ്യ എന്ന വമ്പന്മാർക്കെതിരെ മികച്ച കളി പുറത്തെടുത്ത ഹാരി കെയ്നും സംഘത്തിനും ഉണ്ടായ പതർച്ച ആരാധകരിലും വൻ ഞെട്ടലായിരുന്നു അന്ന് ഉണ്ടാക്കിയിരുന്നത്. ഫുട്ബോൾ ലോകകപ്പിനാൽ ചൂടുപിടിച്ചിരിക്കുന്ന കായിക ലോകത്ത് അയാൾ അറിയപ്പെടുന്നത് വിച്ച് ഡോക്ടർ അഥവാ ദുർമന്ത്രവാദി എന്നാണ്. 12 വർഷങ്ങൾക്ക് മുൻപ് ബ്രസീലിൽ നടന്ന ലോകകപ്പിന് മുന്നോടിയായി പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പരിക്കേൽക്കാൻ കാരണമായതും തന്റെ ദുർമന്ത്രവാദമാണെന്നാണ് ഇയാൾ പറയുന്നത്. ഡെവിൽ ഓഫ് വെനസ്ഡേ എന്നാണ് നാനാ കാക്കു ബോൺസാം എന്ന പേരിനർത്ഥം. 1992 ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ സാരമായി പരിക്കേറ്റതിന് പിന്നാലെയാണ് ഘാനയിലെ അഫ്രാഞ്ചോ ഗ്രാമത്തിൽ ജനിച്ച നാനാ കാക്കു ബോൺസാം മന്ത്രവാദത്തിലേക്ക് തിരിഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ.